അപ്പോൾ എല്ലാം കൂടി ഒരു 50 ലക്ഷത്തിനകത്ത് അല്ലേ നമുക്ക് 50-ന് പുറത്ത് പോകും. അതായത് സെറ്റ് വർക്ക് തന്നെ മാത്രമേ സെറ്റ് വർക്ക് ഉണ്ട്. സെറ്റ് വർക്ക് ലൈറ്റ് വർക്ക് അതും കൂടെ ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടി ഒരു 60 ലക്ഷം രൂപ ഓക്കെ നമുക്ക് ഇതിന് ഇനി നമ്മൾ ചിലവാക്കണം. ഇത് എവിടെയാ ചെയ്യുന്നത്? സെറ്റ് വർക്ക് നമുക്ക് നമ്മളങ്ങനെ തീരുമാനിച്ചില്ല. നമ്മൾ കുറച്ച് സ്ഥലത്ത് 3 സ്ഥലത്ത് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് RHന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് BRSന് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം നമ്മുടെ പാമ്പാടി സെലക്ടർ എന്ന് പറഞ്ഞ് സെലക്ട്രിക്കിന് കൊടുത്തിട്ടുണ്ട്. സംഗീതം കൂടെ നോക്കുന്നുണ്ട്. അപ്പം അതും നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ലൈറ്റ് വർക്കാണ് അവർക്ക് കൂടുതൽ. അവർക്ക് സെറ്റ് വർക്കിൻ്റെ ഇത് അത്ര നല്ലതാ ആണെന്ന് അങ്ങനെയല്ല. സെറ്റ് വർക്ക് അവർക്ക് അങ്ങനെ വലിയ ഇതില്ല. ലൈറ്റ് വർക്കാണ് അവർ കൂടുതൽ. ലൈറ്റ് ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. ലൈറ്റും സെറ്റ് കാരണം വെച്ചാൽ ഫുള്ള് വർക്ക് കഴിച്ച് നമ്മൾ എടുക്കുള്ളൂ. കാരണം വെച്ചാൽ ഇനി നമ്മൾ സീസൺ ഓടിക്കൊണ്ട് നിന്നിട്ട് പിന്നെ പകുതിയിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ കയറ്റിയിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാം കഴിച്ചിട്ട് എടുക്കാം. നമ്മൾ ട്രാവലറും അങ്ങനെ തന്നെയായിരുന്നു. ഫുള്ള് വർക്ക് തീർത്തിട്ടാണ് നമ്മൾ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഏഷ്യാൻ്റെ 34 സീറ്റ് ഷാസയാണ് ഇപ്പോൾ കിടക്കുന്നത്. പക്ഷേ ഇത് ഒരു 3.5 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു അടിപൊളി ബസ്സായി മാറും. ഓക്കെ, അന്നെന്തായാലും നമുക്ക് ഉറപ്പായിട്ടും വീണ്ടും ഒരു വീഡിയോ ചെയ്യണം കേട്ടോ, തീർച്ചയായിട്ടും കാണിച്ചുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും ദിവസം എന്തായാലും വണ്ടി കയ്യിലില്ല. അപ്പോൾ ഈ സമയത്ത് പാക്കേജ് വിളിച്ചാൽ എന്ത് ചെയ്യും? പാക്കേജ് വിളിച്ചാൽ നമ്മൾ വേറൊരു വണ്ടി നമ്മൾ അത്രയും നല്ല ഇതേപോലെ നമ്മളെ മനസ്സിലുള്ള, അതായത് ഒരു കസ്റ്റമർ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതേപോലെയുള്ള വണ്ടി നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സർവീസ് അതുപോലെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ചെയ്തിരിക്കുന്ന അതുപോലത്തെ ഉള്ള കസ്റ്റമറേയും ആ കസ്റ്റമർക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഡ്രൈവർ വിത്ത് ക്ലീനർ അങ്ങനെയുള്ള ആളിനെ നമ്മൾ കൊടുക്കാറുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് നമ്മളെ വണ്ടി ഇത് വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് ആ വർക്ക് നമുക്ക് കിട്ടണം. മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മൾ അതുപോലെ നമ്മൾ ചെയ്യത്തുള്ളൂ. നമ്മൾ എന്തായാലും മോശമായിട്ട് അല്ലെങ്കിൽ നമ്മളെ വർക്കല്ലല്ലോ, നമ്മൾ വേറൊരാളുടെ വണ്ടിക്കല്ലേ പോകുന്നത്, ആ രീതിയിൽ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്നത് എന്തായാലും നമ്മളെ വണ്ടിക്ക് വീണ്ടും തിരിച്ച് അവരുടെ വർക്ക് വീണ്ടും കിട്ടണം, ആ ബിസിനസ് നമുക്ക് തന്നെ വരണം എന്നുള്ള രീതിയിലുള്ള അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ വൈറ്റ് ഈഗിളിന് വണ്ടി ഇല്ല എന്ന് വെച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക പാക്കേജ് വിളിക്കാണ്ടിരിക്കേണ്ട, വിളിച്ചോളൂ. അവരെന്തായാലും അതിനനുസരിച്ചിട്ടുള്ള സർവീസിന് തരും. പിന്നെ നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു വണ്ടി, അതായത് ഒരു ബസ്സായിട്ട് വരുമ്പോഴത്തേക്കുള്ളൊരു വീഡിയോ ഉടനെ അല്ല ഒരു 3.5 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനലിലൂടെ കാണും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് ഒരു ഇതെങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ നമുക്ക് ഫിനാൻസ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പുതുതായിട്ട് ബസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കാണാനായിട്ടൊരു അവസരം, അത്ര മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.